സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും അവരെ സെക്സ് വേലകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു ഗാങ്ങിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2 സഹോദരിമാരാണ് ഈ സ്ത്രീകളെ വളച്ചുകൂട്ടി അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. അവർക്ക് താമസവും ഭക്ഷണവും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നതോടുകൂടി ആൾക്കാർ പകുതി പ്രശ്നം അവരുടെ തീർന്നു. കാരണം സാമ്പത്തികമായി മിക്കം നിൽക്കുന്ന പട്ടിണി പാവങ്ങളായ പെൺകുട്ടികളെയാണ് ഈ 2 പെൺകുട്ടികൾ റിക്രൂട്ട് ചെയ്യുന്നത്. അമ്രീൻ അഫ്രീൻ എന്ന് പറഞ്ഞ 2 പെൺകുട്ടികൾ അവരാണ് ഇതുപോലെ ആൾക്കാരെ വശീകരിച്ച് അവരെ ഗുജറാത്തിൽ എത്തിക്കുകയും ഗുജറാത്തിലും ആ പരിസരങ്ങളുള്ള അല്ലെങ്കിൽ ബോംബെയിൽ എവിടെ ആവശ്യക്കാർക്കെന്നുള്ള സ്ഥലങ്ങളിൽ അവരെ എത്തിക്കുകയും അവരെ പല പാർട്ടികളിൽ VIP-കളും സാമ്പത്തികമായി ഉന്നക്കം നിൽക്കുന്ന പല ആൾക്കാരും വരുന്ന പാർട്ടികളിൽ ഇവരെ എത്തിക്കും, പബ്ബുകളിലും ഇവരെ എത്തിക്കും. അതോടുകൂടി ഈ പെൺകുട്ടികൾ അവർക്ക് സന്തോഷമായിരിക്കാം, കാരണം ഭക്ഷണവും താമസവും ഫ്രീ ആണ്. പക്ഷെ ചിലർ അവരെ ലൈംഗികമായ ഇതിലേക്ക് വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ അതിന് വഴങ്ങില്ല. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ ഈ മധ്യപ്രദേശ് ഭോപ്പാലിലെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ഈ സഹോദരിമാർ 2 പേരും അവരിന്ന് വളരെ പൂർ കണ്ടീഷനിൽ നിന്ന് വന്നവരാണ്. അവരിപ്പം അവിടെ വലിയ ലക്ഷറി ഒരു ഫ്ലാറ്റ് വിലയ്ക്ക് വാങ്ങിച്ചു. അവരവിടെ താമസമാണ് ഈ 2 പെൺകുട്ടികൾ, അമ്രീനും അഫ്രീനും. അവരെ സഹായി ചന്ദ്രൻ യാദവ് എന്ന് പറഞ്ഞ ഒരാളുമുണ്ട്. ഇവരാണ് ആൾക്കാരെ ഇതുപോലുള്ള പാർട്ടികളിലുമൊക്കെ എത്തിച്ചിട്ട് അവിടെ ചില സമ്പന്നരായ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഈ പെൺകുട്ടികൾ ചിലരങ്ങ് വഴങ്ങുകയും ചെയ്യും. അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അതിന് ഇവർക്കും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അങ്ങനെ ഇവർ ധാരാളം പണം ഉണ്ടാക്കിയെന്നാണ് വരുന്നത്. എന്തായാലും ഇവരെ ബാഗ്സവാനിയ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം 21 വയസ്സും 32 വയസ്സുള്ള 2 സ്ത്രീകളുടെ പരാതിയിലാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 21 വയസ്സുള്ള സ്ത്രീയെ അവർ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായ സ്ത്രീയാണ്. അവർ ബ്യൂട്ടി പാർലറിൽ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അവിടെ ചില പാർട്ടികളിലൊക്കെ ഇവരെ കൊണ്ടുപോയി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ 1-2 പേര് റേപ്പ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി 21 വയസ്സുള്ള ആ സ്ത്രീ പരാതി കൊടുത്തു. 32 വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു വീട്ടിലെ ജോലിക്കാണെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ തന്നെ ജോലിക്ക് നിർത്തുകയും അവരെ ലൈംഗിക വേലയ്ക്ക് നിർബന്ധിക്കുകയും അതിന് വിധേയമാക്കുകയും ചെയ്തതോടുകൂടി അവരും പരാതി കൊടുത്തു. 2 പരാതി കൊടുത്തതിലാണ് ബാഗ്സവാനിയ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ 2 പെൺകുട്ടികളെ സഹോദരിമാരെ, സുന്ദരികളായ ആ സഹോദരിമാരെ അറസ്റ്റ് ചെയ്യുകയും അവരെ സഹായിയായിട്ട് നിന്ന ചന്ദ്രൻ യാദവ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇവരുടെ ഈ റാക്കറ്റിനകത്ത് ബിലാൽ, ചാനു, യാസിർ എന്ന് പറഞ്ഞ 3 പേരൂടെ ഉണ്ടായിരുന്നു. അവരിപ്പം ഒളിവിപ്പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. അതായത് ഇതുപോലെയുള്ള സെക്സ് റാക്കറ്റുകൾ ധാരാളം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പട്ടണങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും അത് പലരും അറിയാതെ പോവുകയും ചെയ്യുന്നു. വളരെ ചുരുക്കമായിട്ട് മാത്രമേ പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുകയുള്ളൂ, ഇങ്ങനെ കാര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ അറിയാം, കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലീസിന് ആവശ്യമായ പണം കൊടുത്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ റാക്കറ്റൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച എറണാകുളത്തൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും ഇതുപോലെയുള്ള റാക്കറ്റുകൾ വളരെ സജീവമായി ഇപ്പം പ്രവർത്തിക്കുകയാണ്. കാരണം ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകും. കാരണം സെക്സ് റാക്കറ്റിൽ ആണ് പ്രവർത്തിക്കുന്ന ചില പെൺകുട്ടികൾ അതിന് വിധേയമാകുകയും ചെയ്യും. കാരണം സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി അവർ വിധേയമായി പോവുകയും ചെയ്യും. അതുപോലെ ചെറുപ്പക്കാരായ വളരെയധികം ആൾക്കാർ ഈ സെക്സ് റാക്കറ്റ് എവിടെയും കൊണ്ടില്ല അത് തപ്പിപ്പിടിച്ച് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം സമൂഹം വളരെയധികം മാറിപ്പോയി. കാരണം ഇന്ത്യൻ സമൂഹം പൊതുവെ ഇന്ത്യയുടെ പൈതൃകമൊന്നും അവർ സൂക്ഷിക്കാറില്ല. അവർ സാമ്പത്തിക നേട്ടം മാത്രമാണ് കൂടുതൽ നോക്കുന്നത്. അതിന് അവർ സെക്സിന് വിധേയമാകുകയും അതിൽ അവർക്ക് യാതൊരു ദുഃഖവുമില്ല, യാതൊരു പ്രയാസവുമില്ല ചില ആൾക്കാർക്ക്. അതേ സമയത്ത് അതിന് വഴങ്ങാത്ത അങ്ങനെയുള്ള 2 സ്ത്രീകളാണ് ഇപ്പം ഈ പരാതി കൊടുത്തിരിക്കുന്നത്, കേസെടുക്കാനുള്ള സാഹചര്യം. ഏതായാലും 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട 3 പേര് ഒളിവിൽ പോയിരിക്കുകയും കൂടെയാണ്.